കർത്താവിൽ എത്രയും വാത്സല്യമുള്ള ദൈവജനമേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഈ കഴിഞ്ഞ 25 ദിവസങ്ങളിലായി വിവിധ ധ്യാനങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഇന്ന് 25-ാം ദിവസമാണ്. നമ്മുടെ ഇടവകയിലെ യുവജന സഖ്യത്തിൻ്റെ ചുമതലയിൽ യുവജന സഖ്യ അംഗങ്ങൾ ഓരോ ദിവസവും ഓരോ മിനിറ്റ് വീതം നീണ്ടു നിൽക്കുന്ന നല്ല ചിന്തകൾ നൽകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഈ ധ്യാന ചിന്തകൾ നൽകി സഹായിച്ച ഓരോ സഖ്യ അംഗത്തോടുമുള്ള പ്രത്യേകമായുള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് ഇടവക വികാരിയും പ്രസിഡന്റും എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊള്ളട്ടെ. ഒപ്പം ഈ കുഞ്ഞുങ്ങളുടെ ധ്യാന ചിന്തകൾ ഇടവകയുടെ വാട്സാപ്പിലും സേവികാ സംഘം, ഇടവക മിഷൻ ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സംപ്രേഷണം ചെയ്യുവാൻ തക്കവണ്ണം സഹായിച്ച അതിൻ്റെ ചുമതലക്കാരോട് പ്രത്യേകമായുള്ള സന്തോഷം നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ക്രിസ്മസ് ഈസ് എ ടൈം ഓഫ് ജോയ്, പീസ് ആൻഡ് ഹോപ്പ്. ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്തതകളുടെ നടുവിൽ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ചിന്ത കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവുമായി ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയെ ഹൃദയപൂർവ്വം തൊട്ടതിൻ്റെ ഓർമ്മയാണ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതയുടെ നടുവിൽ പാർത്തിരുന്നവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വിവിധ തരത്തിലുള്ള അസ്വസ്ഥതകളുടെയും അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിൻ്റെയും പേക്കൂത്തുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. നാമും അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ച് എല്ലാറ്റിനെയും തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് സഹായിക്കുന്നു. സങ്കീർത്തനം 144-5 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ എന്ന് ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചു. ഒരു രക്ഷകന് വേണ്ടി പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന ഒരു ജനതയുടെ പ്രതീക്ഷകൾക്ക് ദൈവം കൊടുത്ത മറുപടിയാണ് മനുഷ്യ അവതാരം. ചരിത്രത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യ സമൂഹത്തിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് വിഷമിക്കാതെ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എന്നോട് ചേർന്ന് നിൽക്ക എന്ന് ദൈവം ലോകത്തോട് പറഞ്ഞതിൻ്റെ സ്മരണകളാണ് ക്രിസ്മസ് ദിനങ്ങളിൽ നാം ചിന്തിച്ചത്. ഈ വിധത്തിലുള്ള വ്യത്യസ്ത ചിന്തകൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹകരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കിടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഇതിൽ പങ്കെടുത്ത സഹായിച്ച, പ്രത്യേകിച്ച് ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച സ്നേഹ സൂസൻ സാമുവലിനോടും ഇത് സംപ്രേഷണം ചെയ്യുന്നതിന് സഹായിച്ച സഖ്യ അംഗം അനു ജെ തോമസിനോടും പ്രത്യേകമായുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസും നവവത്സരവും ആശംസിക്കുന്നു. ഇന്ന് ക്രിസ്മസ് ദിനമാണ്. മറ്റൊരു ക്രിസ്മസ് കൂടി ചരിത്രത്തിൽ സമാഗതമായിരിക്കുന്നു. ഡിസംബർ 1 മുതൽ ലോക രക്ഷകനായ ക്രിസ്തുവിനെ വരവേൽക്കുവാനും സ്വീകരിക്കുവാനുമുള്ള തയ്യാറെടുപ്പിലായിരുന്നു നാം എല്ലാവരും. കഴിഞ്ഞ 24 ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും നോമ്പിൻ്റെ നാളുകളായിരുന്നു. നോമ്പ് പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്നതിനുള്ള മുഖാന്തരം, വിശ്വാസത്തിൽ ബലപ്പെടുവാനും രക്ഷയുടെ പ്രത്യാശയിലേക്ക് വളരുവാനും നമ്മെ സഹായിക്കുകയും പാകപ്പെടുത്തുകയും ചെയ്യുന്ന ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ആവശ്യമായ ആത്മീയ മന്ന വർഷിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ ചുനക്കര സെന്റ് തോമസ് മാർത്തോമ ഇടവകയിലെ യുവജന സഖ്യാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് ശ്ലാഘനീയമാണ്. അവരുടെ ഈ സംരംഭങ്ങൾ ഇടവക അംഗങ്ങൾക്ക് മൊത്തത്തിൽ അനുഗ്രഹപ്രദമായിരുന്നു. അത് പ്രോത്സാഹജനകമായിരുന്നു. യേശുവിൻ്റെ ആഗമനവും ജനനവും അതിനു മുമ്പായിട്ടുള്ള ഒരുക്കത്തിൻ്റെ നാളുകളെയും വേദപുസ്തക അടിസ്ഥാനത്തിൽ വിചിന്തനം ചെയ്യുകയും ദൈവശാസ്ത്ര വീക്ഷണത്തിൽ അവയെ വളരെ പ്രൗഢവും ഹ്രസ്വവുമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും
നമ്മളുമായി സംവേദിക്കുകയും നമ്മുടെ ആത്മീയ ബോധമണ്ഡലത്തെ പരിപുഷ്ടപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ 25 ദിവസങ്ങളിലായി നമ്മുടെ യുവജന സഖ്യ അംഗങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയത്. ചുനക്കര സെന്റ് തോമസ് മാർത്തോമ ഇടവകയിലെ യുവജന സഖ്യ അംഗങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും തുടർന്നും അവരുടെ ക്രിയാത്മകമായ പ്രവർത്തനം ഇടവകയ്ക്ക് കൂടുതൽ മുതൽക്കൂട്ടാകട്ടെ, കൂടുതൽ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ യുവജന സഖ്യ അംഗങ്ങളോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും ആശംസയും അഭിനന്ദനവും ഇടവകയുടെ പേരിൽ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. വീണ്ടും ഒരു ആഗമനകാലം കൂടി വരവായി. ഇന്ന് ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. കഴിഞ്ഞ 25 ദിവസങ്ങളായി ചുനക്കര സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷതൻ പിറവി എന്ന പദ്ധതിയിൽ ഓരോ ദിവസവും അനുദിന മന്ന നിങ്ങളേവരിലേക്കും എത്തിക്കുവാൻ യുവജനങ്ങളായി ഞങ്ങൾക്ക് സാധിച്ചു. ഇതിന് ചുക്കാൻ പിടിച്ച ഇടവകയുടെ വികാരി പ്രസിഡന്റുമായിരിക്കുന്ന റവറൻഡ് NK ബിജോജിനുള്ള നന്ദി യുവജന സഖ്യത്തിന്റെ പേരിൽ അറിയിക്കുന്നു. എല്ലാ കൈത്താങ്ങലുകളും എല്ലാ ശക്തിയും ബലവും കരുതലും തന്ന ഞങ്ങളുടെ ഇടവക ചുമതലക്കാരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇടവകയുടെ വൈസ് പ്രസിഡന്റായി ഇന്ന് കൺക്ലൂഷൻ നോട്ടിലൂടെ മെസ്സേജ് നൽകി നമ്മളെ സഹായിച്ച ഡോക്ടർ മാത്യൂസ് ജോർജിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇത് സംരക്ഷണം ചെയ്യുവാൻ നമ്മളെ ഇടയാക്കിയ നമ്മുടെ സേവികാ സംഘം, ഇടവക വിഷൻ, യുവജന സഖ്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ പേജ്, FB പേജ് ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുജ തോമസിനുള്ള നന്ദി യുവജന സഖ്യത്തിന്റെ പേരിൽ അറിയിക്കുന്നു. ഓരോ ദിവസവും സന്ദേശങ്ങൾ അറിയിച്ച് നമ്മളെ സഹായിച്ച നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങളും നിങ്ങൾ എടുത്തതായ പ്രവർത്തനങ്ങൾ ദൈവം 30, 60, 100 മേനിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.